ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മസിയാമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഷെയർ ആക്കുന്നത് ചിക്കൻ ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഈ ചിക്കൻ ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി 600 ഗ്രാം ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, ചെറുനാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. നന്നായി മാരിനേറ്റ് ചെയ്തെടുത്ത ചിക്കൻ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂർ ആകുമ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്ത് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വരെ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 സവാള ഫൈനായിട്ട് സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ സവാള നല്ല ബ്രൗൺ നിറമായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ നന്നായി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 കഷ്ണം പട്ട, 5 ഏലക്ക, 5 ഗ്രാമ്പു എന്നിവ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. ചിക്കൻ ഒരുവിധം ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 8 വെളുത്തുള്ളി, 2 പച്ചമുളക് എന്നിവ നീളത്തിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിവെച്ച സവാള ഒന്ന് പൊടിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സവാള ഫ്രൈ ചെയ്തതും ചിക്കനും നന്നായി മിക്സായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഗ്രേവിയുടെ ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് 10 മിനിറ്റ് കൂടി കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് കറി ലീവ്സും 2 ഉണക്കമുളക് കട്ട് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ദാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 15 മിനിറ്റ് കവർ ചെയ്ത് വെക്കാം. വേപ്പിലയുടെ ഫ്ലേവർ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നത്. ചിക്കൻ ഡ്രൈ റോസ്റ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.